2 മണിക്കൂർ സമയം സിഗരറ്റ് വലിക്കാതിരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇപ്പോൾ കാലത്ത് 5 മണി തൊട്ട് 3 മണി വരെ ഇത്ര സമയം ഞാൻ സിഗരറ്റ് വലിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇന്ന് പല ഡൈവേഴ്സിനെയും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവർ കണ്ടത് മുഴുവൻ പെരിഫറിയാണ്. നമ്മൾ ഒരു പെണ്ണ് കാണാൻ പോയി വിചാരിക്കുക, എന്താണ് നമ്മൾ കണ്ടത്? ആ പെങ്കൊച്ച് നമ്മുടെ മുന്നിൽ എന്ത് പ്രസന്റ് ചെയ്യണമെന്ന് അവൾക്ക് തോന്നിയോ അതാണ് അവൾ പ്രസന്റ് ചെയ്തത്. നീ ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല, ബട്ട് എനിക്ക് ഇങ്ങനെ ബലഹീനതയുണ്ട്. അങ്ങനെ ആ പ്രശ്നം സോർട്ട് ഔട്ടായി. ഓക്കെ, കഥ അവിടെ തീർന്നു. ഇനി ഒരു സ്റ്റെപ്പ് കൂടി കടന്ന് നമ്മൾ ജോലിയൊക്കെ ആയി കല്യാണം കഴിക്കാനൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം വരികയാണെങ്കിൽ, അങ്ങനെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോഴും ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ജീവിത പങ്കാളി ആരാണെന്ന് നമ്മളൊരു 2 പ്രാവശ്യം പെണ്ണ് കാണാൻ പോയി, അല്ലെങ്കിൽ കാപ്പി കുടിക്കാൻ പോയി, അല്ലെങ്കിൽ വഴിയിൽ കണ്ടു, അല്ലെങ്കിൽ കോളേജിൽ കണ്ടു, അങ്ങനെ മേ ബി ചിലർ 3 മാസം അല്ലെങ്കിൽ 6 മാസം പ്രേമിച്ചു, അല്ലെങ്കിൽ അറിഞ്ഞു, സംസാരിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിത പങ്കാളിയുടെ ഒരു 30% മാക്സിമം നമുക്കറിയാൻ പോകുന്നത്. അതിൽ കൂടുതൽ നമ്മൾ അറിയുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, വലിയ ഐസ് ക്യൂബ്സ് വെള്ളത്തിലിട്ടാൽ 1/3 അത് പുറത്തേക്ക് പൊന്തി നിൽക്കും, 2/3 വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കും. 2/3 വെള്ളത്തിൻ്റെ അടിയിലാണ്. നമ്മൾ കാണുന്നത് ഐസ് ക്യൂബിൻ്റെ 1/3 മാത്രമാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിത പങ്കാളി. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും എനിക്ക് അവനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, അവളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾ 6 മാസം സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അവളുടെ 1/3, അവളുടെയോ അവൻ്റെയോ 1/3 മാത്രമാണ് മാക്സിമം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുക. 2/3 അപ്പോഴും മറഞ്ഞിരിക്കുകയാണ്. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കുറേശ്ശെ ഈ 2/3 കുറച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ പൊട്ടിത്തെറിക്കണേ. ഓ, ഇവൾ ഇങ്ങനെയായിരുന്നു, അവൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തല്ലൂടുന്നത്. ഇന്ന് പല ഡൈവേഴ്സിനെയും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവർ കണ്ടത് മുഴുവൻ പെരിഫറിയാണ്. ഈ ഡീപ്പിലേക്ക്, ഉള്ളിലേക്ക് ഒന്നും ഇറങ്ങിയിട്ടില്ല. കണ്ടു, നിറം കണ്ടു, അല്ലെങ്കിൽ ആ പെരുമാറ്റത്തിൻ്റെ ശൈലി കണ്ടു, അട്രാക്ഷൻ കണ്ടു, കണ്ണിൻ്റെ ഇമ വെട്ടണത് കണ്ടു, അവളുടെ മുടിയുടെ കളർ കണ്ടു, ഇങ്ങനെയൊക്കെ. അതായത് ഞാൻ പറയുന്നത് പെരിഫറിയലായുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മളിപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത്. 99% അങ്ങനെ തന്നെയാണ്. ഒന്നുകിൽ ജോലി, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മഹിമ, അല്ലെങ്കിൽ കാശ്, ശമ്പളം, നിറം, കഴിവ്, അതൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇന്നർ, ഉള്ളിൽ ഈ വ്യക്തി എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ റെവലേഷനായിട്ട് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് ഈ വ്യക്തിയെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുക. ഇതൊരു വല്ലാത്ത കാര്യമാണ്. നമ്മൾക്കിന്നത് പലർക്കും ഒന്നും മനസ്സിലേ ആകുന്നില്ല. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ തല്ലുകൂടുന്നത്. കാരണം നമ്മൾ കണ്ടതല്ല യഥാർത്ഥ വ്യക്തി. അപ്പം ഞാനൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ ഒരു പെണ്ണ് കാണാൻ പോയി വിചാരിക്കുക, എന്താണ് നമ്മൾ കണ്ടത്? ആ പെങ്കൊച്ച് നമ്മുടെ മുന്നിൽ എന്ത് പ്രസന്റ് ചെയ്യണമെന്ന് അവൾക്ക് തോന്നിയോ അതാണ് അവൾ പ്രസന്റ് ചെയ്തത്. അവൾക്ക് തോന്നുകയാണ് ഈ ചുരിദാർ ഇട്ടാൽ നന്നായിരിക്കുന്നു തോന്നിയപ്പോൾ ആ ചുരിദാറിൻ്റെ ഡ്രസ്സ് ഇട്ടു. അവൾ വിചാരിക്കണേ ഞാൻ ഇങ്ങനെ പൊട്ടുകുത്തിയാൽ നന്നായിരിക്കുന്ന, അവൾക്ക് തോന്നിയ അത് അങ്ങനെ പൊട്ടുകുത്തി. അവൾ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ അവളുടെ ഉള്ളിലുള്ള അവൾക്കൊരു കാഴ്ചപ്പാടുണ്ട്, ഞാൻ എന്നെ തന്നെ എങ്ങനെ പ്രസന്റ് ചെയ്യണം. ആ പ്രസന്റേഷനാണ് നിന്റെ മുന്നിൽ വന്നത്. അത് 100% അവളല്ല. അവള് എന്ത് പ്രസന്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ അതാണ് നിന്റെ മുന്നിൽ കിട്ടിയത്. അപ്പൊ അത് കണ്ടിട്ടാണ് നീ പറയണേ ഇവള് അയ്യോ ഭയങ്കര സുന്ദരിയാണ്, അല്ലെങ്കിൽ ഭയങ്കര നീറ്റാണ്, അല്ലെങ്കിൽ ഭയങ്കര എഫിഷ്യൻ്റ് ആണ് എന്നൊക്കെ നമുക്ക് തോന്നിയത് ഈ പ്രസന്റേഷനിലാണ്. ആക്ച്വലി അങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം ഒരു കാര്യവും 100% നമുക്ക് വെളിപ്പെടില്ല. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ പ്രത്യേകത, കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ 80 വർഷമോ 100 വർഷമോ ഒക്കെ ജീവിക്കുകയാണെങ്കിൽ ഇതൊരു സ്ലോ പ്രോസസ്സാണ്. അവസാന നിമിഷം വരെ നീ അവളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോങ് പ്രോസസ്സാണ്. ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല, ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് മനസ്സിലാകുന്ന കാര്യമല്ല. ആണായാലും പെണ്ണായാലും രണ്ടും ഞാൻ ഒരുപോലെ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രായത്തിൽ നമ്മൾ കല്യാണത്തിനൊക്കെ മുന്നേ ദൈവത്തെ അറിഞ്ഞ് ഒരു ദൈവാനുഭവത്തോടു കൂടിയൊക്കെ നമ്മൾ ആ ഫീൽഡിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ഫെയിലിയേഴ്സിനുള്ള സാധ്യത കുറയും.
ഫെയിലിയേഴ്സിനുള്ള സാധ്യത കുറയും. കാരണം നമുക്ക് ആ വ്യക്തിനെ അറിയില്ല. ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ ചെറുപ്പത്തിലല്ല, ബോംബെയിൽ വെച്ചിട്ട് ഞാനൊരു സിനിമ കണ്ടത് ഞാൻ ഓർക്കുകയാണ്. അതിങ്ങനെയായിരുന്നു, രാജേഷ് ഖന്നയായിരുന്നു അല്ല ഇത്. അവനും ഒരു പെണ്ണും കൂടി ഭയങ്കര ലവ് ആണ്. കഥ തുടങ്ങുന്നത് അങ്ങനെയാണ്, ലവ് അഫെയർ ആണ്. അപ്പോൾ അവരെന്നും പോയി ബീച്ചിൽ, എന്നുമല്ല, മാസത്തിൽ സെക്കൻഡ് സാറ്റർഡേസ് മാത്രം ബീച്ചിൽ പോയിരിക്കും. സെക്കൻഡ് സാറ്റർഡേ അവർക്ക് ഹാഫ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ സെക്കൻഡ് സാറ്റർഡേ ഹാഫ് ഡേ ആയതുകൊണ്ട് അവർ 1 മണിക്ക് അവരുടെ ഡ്യൂട്ടി കഴിയും. അപ്പോൾ രണ്ടുപേരും ബീച്ചിൽ പോയിരുന്ന് കപ്പലണ്ടിയൊക്കെ കുറിച്ച് ഒരു ഐസ്ക്രീമൊക്കെ തിന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും. അങ്ങനെ 5 മണിയാകുമ്പോൾ അവർ തിരിച്ചു വീട്ടിൽ പോകും. അത് മാസത്തിൽ ഒരു ദിവസം 2 മണിക്കൂറാണ് അവർ കണ്ടുമുട്ടുന്നത്. പക്ഷെ അങ്ങനെ അവർ 1 or 2 കൊല്ലം പ്രേമിച്ചതിന് ശേഷം അവർ കല്യാണം കഴിച്ച ഫസ്റ്റ് നൈറ്റ്, ഈ നോർത്ത് ഇന്ത്യൻസിന് കല്യാണത്തിന് ഒത്തിരി ഇങ്ങനെ ആചാരങ്ങളുണ്ട്. അപ്പോൾ രാവിലെ 5 മണിക്കൊക്കെ തുടങ്ങിയ 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത് തീരുക. അപ്പോൾ ഇവൻ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഒടുക്കം ഈ കസ്റ്റംസൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ റൂമിലേക്ക് വന്നപ്പോൾ അവൻ്റെ കോട്ടൊക്കെ ഊരി അങ്ങനെ എറിഞ്ഞു. എന്നിട്ട് അവനിങ്ങനെ ബെഡ്മേ ഇരുന്ന് കൈയും കുത്തി ഇങ്ങനെ ഇരുന്നിട്ട് അവനൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. അപ്പോൾ അവളാകെ പെട്ടെന്ന് ഇങ്ങനെ അപ്സെറ്റായിപ്പോയി, ഇത് എന്തപ്പോൾ ഇവൻ സിഗരറ്റ് വലിക്കുന്നത്. അപ്പോൾ അവൾ വന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞൊട്ടി ഇങ്ങനെ കാണിച്ചു. അപ്പോൾ സിഗരറ്റ് തെറിച്ചു പോയി. അവനോളം നോക്കി. ആദ്യത്തെ നോട്ടം അത്ര രൂക്ഷമല്ലായിരുന്നു. അപ്പോൾ അവൾ വിചാരിച്ചു ഓക്കെ അവന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ രണ്ടാമതൊരു സിഗരറ്റ് കത്തിച്ചു. അപ്പോൾ അവൾ ഇങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ അവൻ അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. എന്നിട്ടും അവൾക്ക് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂന്നാമതൊരു സിഗരറ്റ് കത്തിച്ചു. അപ്പോൾ അവൾ അതുപോലെ തന്നെ ചെയ്തു. അവൻ അവളെ പിടിച്ചൊരു അടിയടിച്ചു. ഇതാണ് കഥ. അടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ കഥ പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൾ ബേഴ്സ്റ്റായി. അവൾ പറഞ്ഞു, നീ എന്നെ വഞ്ചിച്ചു, ഇത്ര 1-2 കൊല്ലം നിൻ്റെ കൂടെ നടന്നിട്ട് നീ ഈ കാര്യം മാത്രം എന്നോട് പറഞ്ഞില്ല, നീ സിഗരറ്റ് വലിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു, നീ എല്ലാം ഒളിച്ചു വെച്ചു, നീ എന്നെ ചീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഔട്ട് ബേഴ്സ്റ്റായി. അപ്പോൾ വളരെ കാമായിട്ട് അവനോട് പറഞ്ഞു, നീ എന്നോട് ചോദിച്ചില്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ല. എന്നിട്ട് അവൾക്കൊരു ഉപദേശം കൊടുക്കുകയാണ്. എടി, നമ്മൾ മാസത്തിൽ ഒരു ദിവസമാണ് കണ്ടുമുട്ടിയിരുന്നത്, അത് 2 മണിക്കൂർ സമയം. 2 മണിക്കൂർ സമയം സിഗരറ്റ് വലിക്കാതിരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇപ്പോൾ കാലത്ത് 5 മണി തൊട്ട് 3 മണി വരെ ഇത്ര സമയം ഞാൻ സിഗരറ്റ് വലിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സിഗരറ്റ് വലിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ബലഹീനതകൾ കുറച്ച് നേരത്തേക്ക് അല്ല കുറച്ച് കാലത്തേക്ക് എനിക്ക് മൂടി വയ്ക്കാൻ പറ്റും. പക്ഷേ പൂർണ്ണമായിട്ട് അത് ഉപേക്ഷിക്കലല്ല, അത് മൂടി വയ്ക്കൽ മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ സിഗരറ്റ് വലിക്കുന്നു എന്നുള്ള അവൻ്റെ പ്രശ്നം, അത് ഈ 2 മണിക്കൂർ അവർ കണ്ടുമുട്ടുമ്പോൾ ഒരിക്കലും അത് അവതരിപ്പിച്ചില്ല. കാരണം 2 മണിക്കൂർ സിഗരറ്റ് വലിക്കാതിരിക്കാൻ അവന് കഴിയും. പിന്നെ ഏറ്റവും അപ്പം പറയുകയാണ്, നമുക്ക് കിട്ടുന്ന ഈ 2 മണിക്കൂർ ഏറ്റവും സുന്ദരമായിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ രണ്ടുപേരും ശ്രമിച്ചത്. ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞു, രണ്ടുപേരും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, പോസിറ്റീവായുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ലവ് അഫെയറിൻ്റെ ടൈമിൽ ആരെങ്കിലും കുറ്റം പറയുമോ? ഇല്ല. വേറെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ, അരിയുടെ വില എന്താണെന്ന് ചോദിക്കുമോ? സബോള എന്താ വില എന്ന് പറയുമോ? ഒന്നും പറയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളല്ല പറയുക, മറിച്ച് രണ്ടുപേരെയും പോസിറ്റീവായിട്ട് വളർത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കും പറയുക. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവൾ പറഞ്ഞു, എന്നാലും നീ എന്നോട് പറയണ്ടായിരുന്നു. അവൻ പറഞ്ഞു, പറയാൻ നീ ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല, ബട്ട് എനിക്കിങ്ങനെ ബലഹീനതയുണ്ട്. അങ്ങനെ ആ പ്രശ്നം സോർട്ട് ഔട്ടായി. ഓക്കെ, കഥ അവിടെ തീർന്നു. ഞാൻ പറയുന്ന കാര്യം അതിൻ്റെ അപ്പുറത്താണ്. എല്ലാ മനുഷ്യനും അവൻ്റേതായ ചില പരിമിതികളും കുറവുകളും ബലഹീനതകളും ഉണ്ട്. നീ 2 മാസമോ 6 മാസമോ പ്രേമിച്ചുകൊണ്ടൊന്നും അത് കണ്ടെത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല. നേരെ മറിച്ച് ജീവിതത്തുമായിട്ട് ചേർന്ന് പോകുമ്പോഴാണ് ഈ കാര്യങ്ങൾ തിരിച്ചറിയുക. അപ്പം ഇത് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ഈ മകൾ ദൈവം എനിക്ക് തന്നതാണെന്ന് തിരിച്ചറിയണം. ഇത് ദൈവത്തിൻ്റെ ചോയ്സ് ആണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ടല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞില്ലേ, ചേർന്ന ഇണയെ ഞാൻ നിനക്ക് നൽകും, ചേർന്ന ഇണയെ ഞാൻ നിനക്ക് നൽകും. ഇത് ദൈവത്തിൻ്റെ ചോയ്സ് ആണ്. നമ്മൾ പറയും ഞാൻ കണ്ടാണ്, ഞാൻ തീരുമാനിച്ചാണെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഇതിലൊരു ദൈവിക ചോയ്സ് ഉണ്ട്. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് നമ്മുടെ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്. ചക്കിക്കൊത്ത ചങ്കരൻ, നിനക്ക് ചേർന്ന ഒരു ഇണയെയാണ് ദൈവം നിനക്ക് നൽകുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉയരം നോക്കി, വിവരം നോക്കി, കാശ് നോക്കി, നിറം നോക്കി, സൗന്ദര്യം നോക്കി, അതൊക്കെ പെരിഫറിയിൽ നമ്മൾ കാണുമ്പോഴും ദൈവം മാനസികമായിട്ട് ആധ്യാത്മികമായിട്ട് നിന്റെ നിത്യരക്ഷയ്ക്ക് ചേരുന്ന വിധത്തിലുള്ള ഒരു ജീവിത പങ്കാളിയെയാണ് ദൈവം നിനക്ക് നൽകുന്നത്.
അങ്ങനെ ഒരു പങ്കാളിയെ കിട്ടണമെങ്കിൽ നീ ദൈവവുമായിട്ടൊരു കൺസൾട്ട് ഉണ്ടാകണം. നിനക്ക് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ ഇതാണോ അങ്ങയുടെ ഹിതം, ഇതാണോ അങ്ങ് എനിക്ക് നൽകുന്ന വ്യക്തി, അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു കൺസൾട്ടേഷൻ ദൈവവുമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും ദൈവത്തിന് പ്രീതികരാവും. കാരണം ദൈവം പറയുന്നത്, നീ എന്നോട് ചോദിക്കുക നല്ലത് എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നമ്മൾ പഴയ നിയമത്തിൽ ആദോപത്തോടും പറഞ്ഞ എന്താണ് നന്മ തിന്മ എന്താണെന്ന് നീ എന്നോട് ചോദിക്കുക. നീ സ്വയം തീരുമാനിച്ചാൽ നിന്റെ തീരുമാനങ്ങൾ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം നമ്മളൊരു അട്ടർ ഫെയിലിയർ ആവില്ല. സഹനങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായെന്ന് വരാം, അത് സ്വാഭാവികമാണ്, കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ബട്ട് യു വിൽ നെവർ ബി എ അട്ടർ ഫെയിലിയർ. ദർ വിൽ ബി എ വേ ഔട്ട്. ദൈവം നിന്നെ ഉയർത്തും മറ്റൊരു വിധത്തിൽ. ചില സഹനങ്ങളോ ചില പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടാവട്ടെ, അതിലൂടെ ദൈവം നിന്നെ ഉയർത്തും, വളർത്തും. നിനക്ക് ഓരോ ദിവസം ചെല്ലും തോറും ഈ കോൺഫിഡൻസ്, ഈ വിശ്വാസം, ഈ പ്രത്യാശ നിന്നിൽ വർദ്ധിക്കും. അപ്പോൾ നിനക്ക് ജീവിതത്തിൽ ഫേസ് ചെയ്യാൻ എളുപ്പമുണ്ടാകും. നിനക്ക് ദൈവത്തോട് ഒരു ആഴമായ ബന്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിന്റെ ഭാര്യയോടോ മക്കളോടോ സഹോദരങ്ങളോടോ ആരോട് വേണമെങ്കിലും നിനക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ, ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു ബന്ധം നിനക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് വാസ്തവത്തിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് നമുക്ക് ലഭിക്കും. അങ്ങനെ ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടുമ്പോൾ മരിക്കാൻ കിടക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഞാൻ നല്ല ഓട്ടം ഓടി എന്നൊക്കെ പറയാൻ പറ്റണം എന്ന് പറഞ്ഞാൽ ഒരു തൃപ്തിയോടുകൂടി മരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റോട് കൂടിയിട്ട് ഈ മരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി പറയുകയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.